ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എത്തി. നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജൂൺ 12 എക്സാമായി. അതേപോലെ സേഫസോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷനൊക്കെ എല്ലാവരുടെയും അടിപൊളിയായിട്ട് നടക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന രീതികൾ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ ഏരിയയിൽ, ഇപ്പോൾ നിങ്ങൾ ഫുഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അതല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഏരിയയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്തോറും, കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യും തോറും, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും എല്ലാം റെഗുലറായിട്ട് ചെയ്യണം. നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് അത്രയും റിസൾട്ടാണ് കിട്ടുക. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം, ഏതൊക്കെ രീതിയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതൊക്കെ പാർട്സ് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് PYQs ഉണ്ട്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫുഡിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതിനകത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, എങ്ങനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ എളുപ്പ വഴികളും ഓരോ ടിപ്സും ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് FSSAI ഹാസ് ലോഞ്ച് വിച്ച് ലോഗോ ഫോർ ഫോർട്ടിഫൈഡ് ഫുഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ അല്ല. നമ്മൾ കുറേ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ പോവാണ്. അത് PYQs ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ MCQs ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ FSSAI ഹാസ് ലോഞ്ച് വിച്ച് ലോഗോ ഫോർ ഫോർട്ടിഫൈഡ് ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡിൽ ഇന്നത്തെ കാലത്ത് ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ആണോ നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി ഈ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ആണോ നമുക്ക് ലോഞ്ച് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ FSSAI, നമുക്കറിയാം 2006 വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ FSSAI എന്ന് പറയുന്നത്. അവർ ഒരു ലോഗോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ലോഗോ? അതായത് നമ്മൾ പാക്കേജിങ് ചെയ്യുന്ന സമയത്ത് ഫുഡിനെ നമ്മൾ ഒരു കവറിനകത്താക്കി, ഒരു പാക്കിനകത്താക്കി നമ്മൾ പാക്കേജിങ് ചെയ്ത് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ ഒരു പാക്കേജിൻ്റെ ബാക്കിൽ ഇത് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോഗോ വെക്കേണ്ടതുണ്ട്. അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാക്കേജിങ് റെഗുലേഷൻസിൽ വരുന്ന വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സർക്കിൾ വിത്ത് ആൻ F ആൻഡ് പ്ലസ് സൈൻ വിത്ത് എ റിംഗ്. Option B, square with an F and plus sign with a ring. Option C, rectangle with an F and plus sign with a ring. And option D, none of the above. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സ്ക്വയർ വിത്ത് ആൻ എഫ് ആൻഡ് പ്ലസ് സൈൻ വിത്ത് എ റിംഗ്. അപ്പം ഞാൻ ഈ കാണാത്തവർക്ക്, അതായത് ഈ പാക്കേജിങ് ഇനി കാണാത്തവർക്ക്, പാക്കേജിങ്ങിൻ്റെ ബാക്കിൽ ഈ ലോഗോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത്. ഇനി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പാല്, മിൽക്ക്, ഇപ്പോൾ വൈറ്റമിൻ ഡിയും എയും ഒക്കെ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈൻ കാണാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള, ഇത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആയിക്കോട്ടെ, സേഫസോൺ ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏരിയ ആണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലും നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും അതിന് സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും നമുക്ക് ഒരേപോലെ, അല്ലെങ്കിൽ സർക്കിൾ നമുക്ക് എലിമിനേറ്റ് ചെയ്താലും ബാക്കി 2 ഓപ്ഷൻസും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷേ ഈ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് എന്താണ്, ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഓപ്ഷൻസ് ആൻസർ ചെയ്യാനായിട്ടേ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് സ്ക്വയർ വിത്ത് ആൻ എഫ് ആൻഡ് പ്ലസ് സൈൻ വിത്ത് റിംഗ് ആണ്. അപ്പോൾ അതാണ് ആ ഒരു ലോഗോ, ആ ഒരു എംബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ FSSAIയുടെ കുറച്ച് ഇനീഷ്യേറ്റീവുകളുണ്ട്. ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് അവിടെ കാണാം +F ലോഗോ, അതായത് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് FSSAI കൊടുത്തിട്ടുള്ള ഒരു ലോഗോ, ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ലോഗോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഏത് ഫുഡ് പ്രൊഡക്റ്റ് ആണോ എന്ത് പ്രൊഡക്റ്റിലാണോ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നത് അതിനകത്ത് വളരെ മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു എംബ്ലം വെക്കേണ്ടതുണ്ട്. അതേപോലെ വന്നിട്ടുള്ള വേറൊരു ഇനീഷ്യേറ്റീവാണ് FFRC. അപ്പോൾ ഇത് എങ്ങനെ ചോദിക്കാമെന്ന് വെച്ചാൽ അബ്രിവേഷൻ തരും FFRC, അതിൻ്റെ ഫുൾ ഫോമാണ് നിങ്ങളുടെ അടുത്ത എക്സാമിനായിട്ട് ചോദിക്കാം. അപ്പോൾ FFRC എന്ന് പറഞ്ഞാൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെൻ്റർ ആണ്. അപ്പോൾ അവരുടെ ഒരു റോൾ എന്താണെന്ന് ചോദിച്ചാൽ റിസോഴ്സ് ഹബ് ഫോർ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ റിസോഴ്സ് ഹബ്ബായിട്ടാണ് FFRC നിൽക്കുന്നത്. അതേപോലെ വന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അവയർനെസ് ക്യാമ്പയിൻ ഫോർ സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ്. അതേപോലെ വരുന്നതാണ് FSSAI ഫോസ്കോസ് പോർട്ടൽ, അതായത് ഓൺലൈൻ പോർട്ടൽ ഫോർ ലൈസൻസിങ് റിന്യൂവൽ ആൻഡ് കംപ്ലയൻസ്. അതാണ് ഫോസ്കോസ് പോർട്ടൽ എന്ന് പറയുന്നത്. ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട്, റിന്യൂവലിന് വേണ്ടിയിട്ട്, കംപ്ലയൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പോർട്ടലാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ്, അതായത് ഫോർ കൺസ്യൂമേഴ്സ് ടു റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റി ഇഷ്യൂസ്. റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ FSSAI പാക്കേജിൻ്റെ പുറമെ എന്തെങ്കിലും ഒരു മിസ്ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്, നമ്മളത് അവർ മിസ്ക്ലെയിം ചെയ്ത് വരുവാണെങ്കിൽ FSSAI ഇപ്പോൾ അതിനനുസരിച്ച് സീരിയസ് ആയിട്ടുള്ള പനിഷ്മെൻറ്റ്സും ഇഷ്യൂസും എല്ലാം റെഗുലേഷൻസും എല്ലാം പുതിയത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പിലൂടെ നോർമൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫുഡിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് FSSAI കൊടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ചധികം ഇനീഷ്യേറ്റീവ്സ് ആണ്. നോർമലി ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നോക്കില്ല, സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ ഒരു കേട്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബേസിസിൽ നമ്മൾ പോയിട്ട് എക്സാം എഴുതും. അപ്പോൾ നമുക്ക് കാണുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഒരേപോലെ തോന്നും. എലിമിനേഷൻ മെത്തേഡ് പറ്റില്ല. ഒരു വളരെ എന്താ പറയുക ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും വായിച്ചു കഴിഞ്ഞ് ഓപ്ഷൻസിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എലിമിനേഷൻ മെത്തേഡാണ്. അതായത് ആൻസറിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതുമായി ബന്ധപ്പെടാത്ത ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇത് വരില്ല എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ അങ്ങനെ തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഫൈനലി നിങ്ങൾ 2 ഒരു ഓപ്ഷൻസിലേക്ക് ഇപ്പോൾ ബിയോ സിയോ ഇപ്പോൾ ABCD എന്നുണ്ടെങ്കിൽ എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ബിയും സിയും എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതേപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഫോർട്ടിഫൈഡ് ഫുഡ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സ്കിപ്പ് ചെയ്ത് വിടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. +F ഇതെല്ലാം നമ്മൾക്ക് ഫോർട്ടിഫൈഡ് ഫുഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫോസ്കോസ് പോർട്ടൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ്, ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, FFRC ആൻഡ് +F ലോഗോ. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആർജിമൺ ഓയിൽ ഇൻ മസ്റ്റാർഡ് ഓയിൽ. അപ്പോൾ നമുക്കറിയാം ഫുഡ് അഡൾട്രേഷൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നേരത്തെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോർട്ടിഫിക്കേഷൻ, അതായത് ഫുഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എന്തൊക്കെ ലോഗോസ് നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, നമുക്ക് പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിൽ എവിടെ പോയി നമുക്ക് പറയാമെന്നുള്ള ഫുഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതിൽ ഫുഡ് ടെക്നോളജിയിൽ തന്നെ ഫുഡ് അഡൾട്രേഷൻ ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് അഡൾട്രേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ പറയുന്നത് മസ്റ്റാർഡ് ഓയിലിനകത്തേക്ക് നമ്മൾ ആർജിമൺ ഓയിൽ ഒരു അഡൾട്രൻ്റ് ആയിട്ട് നോർമലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ എ അയഡിൻ വാല്യൂ ടെസ്റ്റ്, ഓപ്ഷൻ ബി ആണ് ബോഡിൻ ടെസ്റ്റ്, ഓപ്ഷൻ സി ആസിഡ് വാല്യൂ ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബെല്ലിയസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസിന് അറിയാം അയഡിൻ വാല്യൂ ടെസ്റ്റും അതേപോലെ ആസിഡ് വാല്യൂ ടെസ്റ്റും ഒട്ടുമിക്ക എല്ലാ കുട്ടികളും നിങ്ങളുടെ ലാബിൽ ചെയ്യുന്നതാണ്. ഇതിൽ 2 ടെസ്റ്റുകളാണ് നമുക്ക് മാറി നിൽക്കുന്നത്, ബോഡിൻ ടെസ്റ്റും അതേപോലെ തന്നെ ബെല്ലിയസ് ടെസ്റ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബോഡിൻ ടെസ്റ്റാണ്.
It uses concentrated HCl to detect arginine oil by forming a crimson color. ഒരു നമ്മൾ HCl ഒഴിക്കുവാണെങ്കിൽ നമ്മളൊരു മസ്റ്റാർഡ് ഓയിലിനകത്തേക്ക് കുറച്ച് HCl നമ്മൾ ഒഴിക്കുവാണെങ്കിൽ അത് അഡൾട്രൻ്റ് ആണ് ആർജിമൺ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റേറ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല, പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന റോ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ക്വാളിറ്റി നഷ്ടപ്പെട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ HCl ഒഴിക്കുന്നത് വരെ ഒരു ക്രിംസൺ കളർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ പറയാം, ആർജിമൺ ഓയിലിൻ്റെ കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ബാക്കിയുള്ള 4 ഓപ്ഷൻസിൽ നമ്മുടെ കൺഫർമേഷൻ ആൻസർ കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി 3 ഓപ്ഷൻസും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ PYQs അല്ലെങ്കിൽ MCQs പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും നോക്കണം. കാരണം അങ്ങനെ നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അയഡിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫാറ്റിനകത്തുള്ള അൺസാച്ചുറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫാറ്റി ആസിഡിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റാൻസിഡിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബെലിയസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിലിൽ എനിമൽ ഫാറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫുഡ് മൈക്രോബയോളജിയിൽ നിന്നാണ്. ഇത് ഒരു PYQ ആണ്. At which water activity level do most bacteria stop growing? അതായത് നമുക്ക് വാട്ടർ ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 0.6, ലെസ് ദാൻ 0.75, ലെസ് ദാൻ 0.85 ആൻഡ് ലെസ് ദാൻ 0.95. അതായത് ഏത് വാട്ടർ ആക്ടിവിറ്റി ലെവലിൽ താഴെയാണ് അല്ലെങ്കിൽ ഏത് വാട്ടർ ആക്ടിവിറ്റി ലെവലിലാണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയാസിനും അവരുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0.75 ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.75 താഴെയാണെങ്കിൽ, ലെസ് ദാൻ ആണെങ്കിൽ ആരുടെ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്? ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ ഉണ്ടാവില്ല. കാരണം ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്തിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 0.75 ആണ്. അതായത് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടേമാണ് വാട്ടർ ആക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ബാക്കി നമ്മൾ ഈസ്റ്റിൻ്റെയും മോൾഡിൻ്റെയും കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലോവർ വാട്ടർ ആക്ടിവിറ്റിയാണ്, 0.6 to 0.8. അതേപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ്, അതായത് മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത ഫുഡ്സ് ആണെങ്കിൽ അവരുടെ വാട്ടർ ആക്ടിവിറ്റി ലെസ് ദാൻ 0.6 അവരെന്ന് പറയുന്നത് മൈക്രോബയോളജിക്കലി സ്റ്റേബിൾ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം ഇതെന്ന് പറഞ്ഞാൽ വാല്യൂസ് ആണ്, കുറച്ച് ഇൻഡെപ്ത് നോളജ് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് കറക്റ്റ് ആൻസേഴ്സ് മാത്രം പഠിച്ചു പോവാതെ ബാക്കിയുള്ള വാല്യൂസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തിൻ്റേതാണെന്നുള്ളതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് പഠിച്ച് പോയിന്റ്സ് ആക്കി എഴുതി വയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഫ അമൈലേസ് ബ്രേക്ക് ഡൗൺ. അതായത് ആൽഫ അമൈലേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അതെന്തിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻറ്റു പെപ്റ്റൈഡ്, ഓപ്ഷൻ ബി സ്റ്റാർച്ച് ഇൻറ്റു ഡെക്സ്ട്രിൻ, ഓപ്ഷൻ സി ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഓപ്ഷൻ ഡി ലാക്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ്. അപ്പോൾ ആൽഫ അമൈലേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമൈലോ പെക്റ്റിൻ ഉണ്ട്, അമൈലോസ് ഉണ്ട്. സ്റ്റാർച്ചിൽ വരുന്ന 2 ആൾക്കാരാണ്, ബ്രാഞ്ചസിൽ വരുന്ന 2 ആൾക്കാരാണ്. ആ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് നമുക്ക് സ്റ്റാർച്ച് ആവുന്നത്. അങ്ങനെ ആകുമ്പോൾ സ്റ്റാർച്ച് ഇൻറ്റു ഡെക്സ്ട്രിൻ, സ്റ്റാർച്ചിനെ ഡെക്സ്ട്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആൽഫ അമൈലേസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ലാക്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ലാക്ടേസ് എൻസൈമാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഇൻറ്റു പെപ്റ്റൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടിയേസസ് ആണ്. അതേപോലെ ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ലിപ്പേസ് ആണ്. അപ്പോൾ ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ലിപ്പേസ് നോക്കണം, ലാക്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ് ലാക്ടേസ് നോക്കണം, പ്രോട്ടീൻ ഇൻറ്റു പെപ്റ്റൈഡ്സ് പ്രോട്ടീസ് നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഇൻറ്റു ഡെക്സ്ട്രിൻ. ആൽഫ അമൈലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർച്ചിനെ ഡെക്സ്ട്രിൻ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രയാങ്കിൾ ടെസ്റ്റ് ഇൻ സെൻസറി ഇവാലുവേഷൻ ഇസ് യൂസ് ടു measure, option A measure sweetness and density, option B detect difference between sample, option C assess consumer preference and option D
ഡിറ്റർമൈൻ ഷെൽഫ് ലൈഫ്. ഇപ്പോൾ നമ്മുടെ സെൻസറിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഓരോ ഏരിയാസിൽ നിന്നും ഡെഫിനറ്റ്ലി ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ട്രയാങ്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം 3 സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ട്രയാങ്കിൾ ടെസ്റ്റിനകത്ത്. പാനലിസ്റ്റ് ആ 3 സാമ്പിൾസിൽ ഓഡ് വൺ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. സ്വീറ്റ്നസ് ഇൻറ്റൻസിറ്റിക്കാണോ, അതോ സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനാണോ, കൺസ്യൂമർ പ്രിഫറൻസ് നോക്കാനാണോ, അതോ ഷെൽഫ് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യാനാണോ? ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒരിക്കലും വരില്ല. കാരണം ട്രയാങ്കിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം 3 സാമ്പിൾസ് ഉണ്ടാവും. അതിൽ ഓഡ് വൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കണ്ടോ, ഇത് ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മുടെ ട്രയാങ്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. സ്വീറ്റ്നസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാങ്കിങ് ഓർ സ്കെയിലിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രിഫറൻസ് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡോണിക് സ്കെയിലാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ 0 to 9 വരെ വാല്യൂസ് എഴുതി നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് നോക്കുന്നതാണ് നമ്മുടെ ഹെഡോണിക് സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷെൽഫ് ലൈഫിന് നമ്മൾ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതേ ഷെൽഫ് ലൈഫ് നോക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സെൻസറി ആയിട്ട് പറ്റില്ല. അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ നമുക്ക് ചെയ്യണം. പക്ഷേ സ്വീറ്റ്നസ്സും പ്രിഫറൻസും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസറിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ സ്വീറ്റ്നസ് ആണെങ്കിൽ സ്കെയിലിംഗ് ഓർ റാങ്കിങ്, പ്രിഫറൻസ് ആണെങ്കിൽ ഹെഡോണിക് സ്കെയിൽ. ഇപ്പോൾ ട്രയാങ്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. ഇത് സെൻസറി ഇവാലുവേഷൻ്റെ പാർട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാത്തോജൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അണ്ടർകുക്ക്ഡ് പോൾട്രി ആൻഡ് കോസ് ഗ്യാസ്ട്രോ എൻറ്ററിറ്റീസ്? അപ്പോൾ ഇതും ഫുഡ് മൈക്രോബയോളജി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അതിനെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത്, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഇവിടെ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോൾട്രി നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഹെന്ന്, അതേപോലെ തന്നെ ഡക്ക്, ഇതേപോലെയുള്ള പോൾട്രി കാറ്റഗറിയിൽ വരുന്ന അനിമൽസിന് നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ മീറ്റ് കുക്ക് ചെയ്തില്ലെങ്കിൽ ആൻഡ് ദാറ്റ് കോസസ് ഒരു കണ്ടീഷനും കൂടി ഇവിടെ പറയുന്നുണ്ട്, ഗ്യാസ്ട്രോ എൻറ്ററിറ്റീസ് ഉണ്ടാകുന്നു. ഏത് പാത്തോജൻ ആണ് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അപ്പോൾ ഈ പോൾട്രിയിൽ നിന്നുള്ള ഫുഡ് ബോൺ ഇൽനെസ് നമ്മൾ പറയില്ലേ, നമുക്ക് പോയ്സൺ അടിച്ചു, ഫുഡ് പോയ്സൺ അടിച്ചു അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഫുഡ് ബോൺ ഇൽനെസ് കൊണ്ടുവരുന്നത് നമ്മുടെ ഓപ്ഷൻ സി കമൈലോബാക്ടർ ജെജുനിയാണ്. നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൈക്രോബയോളജി നമ്മൾ പഠിക്കുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരുകൾ ഓർത്ത് നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനകത്ത് ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനിയം, അതേപോലെ തന്നെ ഓപ്ഷൻ ബി ലിസ്റ്ററിയ മോണോസൈറ്റോജൻസ്, ഓപ്ഷൻ സി കമൈലോബാക്ടർ ജെജുനി ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാത്തവർക്ക് നമുക്ക് ഏകദേശം ഇത് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പക്ഷെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാം ക്ലോസ്ട്രിഡിയം ബോട്ടുലിനിയം എന്ന് പറഞ്ഞാൽ ബോട്ടുലിസം കണ്ടീഷൻ കൊണ്ടുവരുന്നതാണ്. പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം ഇത് കാനിങ്ങിൽ വരുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനിയം. അതേപോലെ തന്നെ ലിസ്റ്ററിയ മോണോസൈറ്റോജൻസ്, ഇത് കൂടുതലും നമ്മുടെ കോൾഡ് എൻവയോൺമെൻറ്റിൽ ഗ്രോ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മിൽക്കിനകത്തൊക്കെ വരുന്നതാണ് നമ്മുടെ ലിസ്റ്ററിയ മോണോസൈറ്റോജൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പാസ്ചറൈസേഷൻ പ്രോപ്പറായിട്ട് നമ്മൾ ഡൺ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് പാസ്ചറൈസേഷൻ അറിയാലോ, അതായത് പാത്തോജൻസിൻ്റെ പാർഷ്യലായിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ ആണ്, പാർഷ്യൽ റിമൂവൽ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മിൽക്കിനകത്ത് കാണപ്പെടുന്ന കോൾഡ് കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ലിസ്റ്ററിയ മോണോസൈറ്റോജൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ 2 മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാലും ബാക്കി നിൽക്കുന്ന 2 പേര് കമൈലോബാക്ടർ ജെജുനി അതേപോലെ തന്നെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്.
അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ എത്തിപ്പെടാനായിട്ട് സാധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡ്. നമുക്ക് ഏതെങ്കിലും 2 ഓപ്ഷനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് നോളജുകൾ നമുക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ടോക്സിൻസ് ആണ് അൺറെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സിൽ, സാലഡ്സിലൊക്കെ വരുന്ന അൺറെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സിൽ വരുന്നതാണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാത്തോജൻ എന്ന് പറയുന്നത് കമൈലോബാക്ടർ ജെജുനി ആണ് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോൾട്രിയിൽ വരുന്നത്. അടുത്തതാണ് നമ്മുടെ വൈറ്റമിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം വൈറ്റമിൻ നമുക്ക് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. ഏതൊക്കെയാണ് വൈറ്റമിൻസ്? B, C, A, D, E, K എന്ന് പറയുന്ന വൈറ്റമിൻസ് ഉണ്ട്. അതേപോലെ അവരുടെ സിംറ്റംസ് എന്താണ്? നമുക്കത് ഓവർ ആവാനും പാടില്ല, അണ്ടർ ആവാനും പാടില്ല. അവരുടെ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്? ഈ ഏരിയ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കർവി ഈസ് കോസ്ഡ് ബൈ deficiency of vitamin A, vitamin C, vitamin D and vitamin B12. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത് അങ്ങനെ തന്നെ പഠിച്ചു പോയിട്ടുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് ആൻസർ ചെയ്യാൻ പറ്റും. വലിയ ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ നമ്മൾ ഓരോ വൈറ്റമിൻസും ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിനിൽ ഫാറ്റ് സോലബിൾ ഉണ്ട്, അതേപോലെ വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. ഈ 2 വൈറ്റമിൻസിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫാറ്റിനകത്ത് ADEK, വാട്ടറിനകത്ത് BC ആണ് വരുന്നത്. അപ്പോൾ സ്കർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊളാജൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് നമ്മുടെ വൈറ്റമിൻ C എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സ്കർവിയാണ്. അതായത് ഗംസിൽ ബ്ലീഡിങ് വരിക, അതേപോലെ ജോയിൻറ്റ് പെയിനൊക്കെ വരുന്നത് നമ്മുടെ വൈറ്റമിൻ C ആണ്. നമുക്കറിയാം പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് കൊളാജൻ സിന്തസിസ് ഇസ് വെരി എസെൻഷ്യൽ. അതെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് ബ്ലീഡിങ് ഗംസും ജോയിൻറ്റ് പെയിനും. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന ഒരു സിംറ്റം ആണ് സ്കർവി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ ഡിയുടെ ആണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്. നമുക്ക് ഈ ജോയിൻസിനകത്തൊക്കെ നമ്മൾക്ക് ഈ എല്ല് തേയ്മാനം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരില്ല. അതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യും അത്, ബിക്കോസ് അവിടുത്തെ ഫ്ലൂയിഡിൻ്റെ കണ്ടൻ്റൊക്കെ കുറഞ്ഞു വരുവാണ്. അതേപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പം ഇതിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഓരോ ഓപ്ഷൻ്റെയും ഡെഫിഷ്യൻസി സിംറ്റംസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം 4 ഓപ്ഷൻസിൻ്റെയും ഡെഫിഷ്യൻസി സിംറ്റംസ് നിങ്ങൾക്ക് ഇപ്പം കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം നോക്കി പോകരുത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എഴുതാൻ പോകുന്നവരാണ്, നിങ്ങൾ CFSO എഴുതാൻ പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് അറിയണം നമ്മുടെ FSSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി എവറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ ഇൻചാർജ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂ ആർ ദ മെയിൻ ഇൻചാർജ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് എവറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിനകത്തും ഫുഡ് സേഫ്റ്റിയുടെ മെയിൻ ഇൻചാർജ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു GK രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് FSSI ആണെങ്കിൽ നമ്മുടെ CFSO ആണെങ്കിലും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും കുറച്ചൊക്കെ ജനറൽ നോളജ് നമുക്ക് ആവശ്യമാണ്. അന്ന് നമ്മൾ മുന്നത്തെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുമ്പോൾ അത് പഠിക്കേണ്ടത് ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണോ, ഓർ B CEO of FSSI, C സ്റ്റേറ്റ് മിനിസ്റ്റർ ആൻഡ് D കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി? ആരാണ് ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും മെയിൻ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ്. ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണറാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും ഫുഡ് സേഫ്റ്റിയുടെ ഇൻചാർജ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു FSSA ആക്ട്, അതായത് 2006 വന്നിട്ടുള്ള ആക്ട് പ്രകാരം ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ ഓരോ സ്റ്റേറ്റ് ആയിക്കോട്ടെ അവരുടെ ചീഫ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്മീഷണർ ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആണ്. ആൻഡ് ദാറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓഫീസർ ഇസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആക്ട് ആൻഡ് റിലേറ്റഡ് റെഗുലേഷൻ. ഒരു സ്റ്റേറ്റിൻ്റെ എന്ത് ഫുഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും അവരുടെ മെയിൻ ഇൻചാർജ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണറാണ്. അതോടൊപ്പം തന്നെ FSO ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഇപ്പോൾ നിങ്ങൾ
നമുക്ക് എന്തായാലും സംശയം വരും, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിലും എന്താണ് നമ്മുടെ ജോബ് റോൾ വരിക, അല്ലെങ്കിൽ നമ്മളിത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദേ ആർ ഗ്രൗണ്ട് ലെവൽ ഓഫീസേഴ്സ് ആണ്. CFSO എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ, CFSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ, നോർമൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ഓഫീസേഴ്സ് ആണ്. അവരാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്, സാമ്പിൾ കളക്ഷൻ ചെയ്യുന്നത്, അതേപോലെ റിപ്പോർട്ട് വയലേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതും നോക്കുന്നതും എല്ലാം, അതിൻ്റെ ജഡ്ജിങ് മൊത്തം ചെയ്യുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണ്. ദേ വർക്ക് അണ്ടർ ദ കമ്മീഷണർ. ഈ മെയിൻ ഹെഡിൻ്റെ താഴെയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CEO ഓഫ് FSSI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലെവൽ അതോറിറ്റിയാണ്, സ്റ്റേറ്റ് ലെവൽ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് FSSIയുടെ CEOനെ നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് ഒരു ഗവൺമെൻറ്, അതായത് എവറി സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമേ അല്ല നമ്മുടെ CEO ഓഫ് FSSI എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മിനിസ്റ്റർ നിങ്ങൾക്കറിയാം പൊളിറ്റിക്കൽ ഹെഡ്സ് ആണ്. അപ്പോൾ അതിനെയും നമുക്കിവിടെ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേണ്ടത് 2 ആൾക്കാരാണ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. ഇത് രണ്ടുമാണ് സംശയം വരിക. അതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ FSO എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് ഇനി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ FSO ആയിട്ട് നമ്മൾ കയറുമ്പോൾ നിങ്ങളുടെ ജോബ് റോളാണ് പറയുന്നത്. സാമ്പിൾസ് പോയിട്ട് കളക്ട് ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ഫോസ്റ്റാക്ക്? എല്ലാവരും ട്രെയിനിങ് എടുക്കുന്ന ഒരു കാര്യമാണ് ഫോസ്റ്റാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ FSSI ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ FSSIയുടെ കീഴിൽ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജൻസീസ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫോസ്റ്റാക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫോസ്റ്റാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം അതിൽ ഇവിടെ ഇത് കേൾക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കവർ ചെയ്യാത്തവർക്കാണെങ്കിൽ, ഈ 4 ഓപ്ഷൻസിലും നമ്മൾ തന്നിരിക്കുന്ന എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ആദ്യത്തേത് വരുന്നത് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് കമ്മീഷൻ, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഫുഡ് സേഫ്റ്റി ട്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഫുഡ് സേഫ്റ്റി ട്രേഡിംഗ് ആൻഡ് കമ്മീഷൻ. ഇതിന് വേണമെങ്കിൽ നമ്മളെപ്പോഴും ഈ അബ്രിവേഷൻ വെച്ചിട്ട് പിടിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ ബിയും സിയും നിങ്ങൾ നോക്കണം, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണോ, ഫുഡ് സേഫ്റ്റി ട്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഫോസ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that stands for Food Safety Training and Certification. നമ്മുടെ FSSIയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇനീഷ്യേറ്റീവ്സിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഫോസ്റ്റാക്ക് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ്, ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക്, ഫുഡിൻ്റെ സൂപ്പർവൈസേഴ്സിന്, ഇൻഡസ്ട്രി സൂപ്പർവൈസേഴ്സിനൊക്കെ എടുത്തിരിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫൈൽ ഒന്ന് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫോസ്റ്റാക്ക് എന്ന് പറയുന്നത്. Ensuring the food business operators are aware of proper hygiene and safety practices. അതായത് ഫുഡ് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഡീൽ ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഉണ്ടോ അല്ലെങ്കിൽ സേഫ്റ്റി പ്രാക്ടീസസ് ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. മേക്കിംഗ് അറ്റ്ലീസ്റ്റ് 1 trained and certified food safety supervisor mandatory in every food business. അതുകൊണ്ടാണ് ഫുഡ് ടെക്നോളജി പഠിച്ച് ഇറങ്ങുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഹാസിപ്പ്, ISO, ഫോസ്റ്റാക്ക്, FSSI പോലെയുള്ള ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് എടുക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളാണ് ഫുഡിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെ, നിങ്ങളാണ് ഫുഡിനെ ഡീൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇൻഡസ്ട്രീനകത്ത്. അപ്പോൾ വളരെ മാൻഡേറ്ററി ആയിട്ട് ഒരാളെങ്കിലും ഈ ഒരു സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ, എങ്ങനെ നമുക്ക് സേഫ്റ്റി കൊടുക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ഹസാർഡ്സ് അനാലിസിസുകൾ എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ആണ് ഫോസ്റ്റാക്ക് എന്ന് പറയുന്നത്. ആരുടെ ഇനീഷ്യേറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഇനീഷ്യേറ്റീവ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫുഡ് ലോ, ഫുഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, റെഗുലേഷൻ ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ലേബിളിംഗ്, എസ്റ്റാബ്ലിഷ് ലേബിളിംഗ് റിക്വയർമെന്റ് ഓഫ് പാക്ക്ഡ് ഫുഡ് എക്സ്ക്ലൂഡിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോക്കുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ ഫുഡ് അനാലിസിസ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണെങ്കിൽ 15 മാർക്സിനും, ഫുഡ് ലോസ്, ഫുഡ് സേഫ്റ്റി വരുവാണെങ്കിൽ 25 മാർക്സിനാണ് ചോദിക്കുക. അതേപോലെ തന്നെയാണ് CFSOയിലും. ഈ രണ്ടിനും നമ്മൾക്ക് ഫുഡ് ലോസിനെ പറ്റിയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മൊഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ട ഒരു മൊഡ്യൂൾസ് ആണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ്, ഫുഡ് ലോസ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം നോട്ട്സ് നമ്മുടെ ചാനലിലുണ്ട്, അതേപോലെ ക്ലാസ്സസും ചാനലിലുണ്ട്. CFSOന്റെ കോച്ചിങ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും കിട്ടും. പക്ഷേ ടെക്നിക്കൽ അസിസ്റ്റന്റിനുള്ള കോച്ചിങ് ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ഇത് ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
റെഗുലേഷൻ ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ലേബലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് പുതിയൊരു റെഗുലേഷൻ ആയിട്ട് തന്നെ FSSAI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ലേബലിംഗ് റിക്വയർമെന്റ് ഓഫ് പാക്ക്ഡ് ഫുഡ് എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഇത്രയാണ് പറയുന്നുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊരു സംശയമാണ് വരുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. ഒരു ഫുഡിനെ പാക്കിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, പാക്കേജിങ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ കുറച്ച് പോയിന്റ്സ് അല്ലെ, നിങ്ങൾക്കറിയാലേ, കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡേറ്റ് ഓഫ് എക്സ്പയറി, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ 45 ഫുഡ് ആണോ അതിന്റെ ലോഗോസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ എന്താണ് ന്യൂട്രീഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ്, എനർജി, അതുപോലെ നമുക്ക് അതായത് ന്യൂട്രീഷനിൽ വരുന്ന കാര്യങ്ങളാണ്. എനർജിയും കാര്യങ്ങളൊക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, പ്രോട്ടീൻസ് എത്രയുണ്ട്, ഇതേപോലെയുള്ള എല്ലാം കൊടുക്കുന്ന സമയത്ത് എന്താണ് ഇവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് നിർബന്ധമല്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ 4 ഓപ്ഷൻസിൽ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ടു RDA, നിങ്ങൾ എന്ത് ഒരു ഫുഡ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും അതിന്റെ ആദ്യം കൊടുത്തിട്ടുണ്ടാവുക എനർജി കലോറിയാണ്. പെർ 100 ഗ്രാമിനകത്ത് RDA അനുസരിച്ച് എത്രയാണ് ആ ഒരു പർട്ടിക്കുലർ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത്, പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് B ന്യൂട്രീഷണൽ ലേബലിംഗ് ആണ്, C ലേബലിംഗ് ഓഫ് ഹെവി മെറ്റൽ ആൻഡ് D ലേബലിംഗ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. ഇതിനകത്ത് വളരെ നമുക്ക് സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്നത് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ടു RDA ആൻഡ് ന്യൂട്രീഷണൽ ലേബലിംഗ്. ഇത് രണ്ടും നമുക്ക് വളരെ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഓപ്ഷൻ C ആൻഡ് ഓപ്ഷൻ D ലേബലിംഗ് ഓഫ് ഹെവി മെറ്റൽ ആൻഡ് ലേബലിംഗ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. ഇത് നമുക്കൊരു സംശയം വരും, ഇതിൽ ഏതാണ് നമുക്ക് കൊടുക്കേണ്ടതുള്ളത് എന്നുള്ളത്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സിന്റെ ലേബലിംഗ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അത് ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് കൺസ്യൂം ചെയ്യുന്നത് വഴി നോർമൽ ഹ്യൂമൻ ബീങ്സിന് ഒരു ചെറിയ അലർജിക് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസും പറ്റില്ല. സോ ഇഫ് എ ഫുഡ് പ്രൊഡക്റ്റ് കണ്ടെയ്ൻ 1% ഓർ മോർ GM ഇൻഗ്രീഡിയൻറ്റ്, 1% കൂടുതലാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളതെങ്കിൽ നമ്മളത് GMO അല്ലെങ്കിൽ GM ഇൻഗ്രീഡിയൻസ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് അവിടെ മാൻഡേറ്ററി ആയിട്ട് നമ്മളിത് പറയേണ്ടതുണ്ട്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഫുഡ് 1% മേലെയാണെങ്കിൽ മാത്രം, ആ ഫുഡ് പ്രൊഡക്റ്റിനകത്ത് 1% മേലെയാണ് നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. അതേപോലെ ന്യൂട്രീഷൻ ലേബലിംഗ് എന്ന് പറഞ്ഞാൽ കലോറി, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ നിർബന്ധമായിട്ടും വേണ്ടതാണ്. അതേപോലെ RDAയുടെ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ നിർബന്ധമായിട്ടും വേണ്ടതാണ്. പക്ഷേ ഇതുവരേക്കും FSSAI പറയാത്ത ഒരു കാര്യമാണ്, ഹെവി മെറ്റൽസ് എന്തെങ്കിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലേബലിംഗ് ആവശ്യമില്ല എന്നുള്ളത് എക്സ്ക്ലൂഡിങ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ഫുഡ്സിന്റെ കാറ്റഗറിയിലാണ് ഈ ഹെവി മെറ്റൽസ് വന്നു കഴിഞ്ഞാൽ വരിക. ഹെവി മെറ്റൽസ് വരാനായിട്ട് പാടില്ല. മെർക്കുറി, ആർസനിക് പോലുള്ള ഹെവി മെറ്റൽസ് പ്രോസസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ നിർബന്ധമായിട്ടും വരാൻ പാടില്ല എന്നുള്ളതൊരു റൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പിന്നെ പറയാത്തത്, അതായത് പാക്കേജിന്റെ ബാക്കിൽ എടുത്ത് നമ്മൾ പറയാത്തത് എന്ത് ഹെവി മെറ്റൽസിന്റെ ലേബലിംഗ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് അതിലുണ്ട് എന്നുള്ളത്. കാരണം ഹെവി മെറ്റൽസ് ആർ റെഗുലേറ്റഡ് അണ്ടർ കണ്ടാമിനന്റ് സ്റ്റാൻഡേർഡ്സ്. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടൊരു ഫുഡാണ് ഹെവി മെറ്റൽസ് വന്നാൽ പിന്നെ നമ്മൾ ആ ഒരു എൻറ്റയർ ഫുഡ് ബാച്ചിനെ നമ്മൾ റീകോൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ബാച്ച് ക്യാൻസലേഷൻ വരെ വരാവുന്ന രീതിയിലുള്ള ഒരു ക്രൈമിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. ബിക്കോസ് അത് കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് ഓരോ മെറ്റലും ഏതൊക്കെ ഹെവി മെറ്റൽ ആണോ, ഇപ്പോൾ കാഡ്മിയം ആണോ, ആൾസനിക് ആണോ, മെർക്കുറി ആണോ, ഏതൊക്കെയാണോ വരുന്നത് അതനുസരിച്ചുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ഇത് കണ്ടാമിനൻസ് അത് സ്റ്റാൻഡേർഡ്സിന്റെ കീഴിൽ വരുന്ന കാരണം നമ്മുടെ റെഗുലേഷൻ അനുസരിച്ച് പറയുന്നത് ഇതിന്റെ ലേബലിംഗ് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എലിമിനേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ RDA ന്യൂട്രീഷൻ ലേബലിംഗ് നമുക്ക് വേണ്ട. പക്ഷെ ബാക്കി രണ്ടിലും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും 2 ഓപ്ഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ഓപ്ഷൻസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് കുറച്ചൊക്കെ GA അല്ലെങ്കിൽ GK നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഹെവി മെറ്റൽ ആണെങ്കിലും ജനറ്റിക്കലി മോഡിഫൈഡ് ആണെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മുടെ എക്സാംസ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡാണ്. നമ്മുടെ ഓപ്ഷൻസ് അല്ലാത്തത് ആദ്യമേ കളയാം. ക്വസ്റ്റ്യൻസ് 2-3 തവണ നല്ലപോലെ വായിക്കുക, ഓപ്ഷൻസ് 2-3 തവണ വായിക്കുക. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ
ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് ആൻസേഴ്സ് അറിയുന്നതായിരിക്കും, പക്ഷേ ഒന്നും കൂടെ വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആൻസർ അല്ലാത്തതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ 2-3 വട്ടം തന്നെ നമ്മളത് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കൂടുതൽ ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് ആ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് മാത്രമല്ല ഈ എലിമിനേഷൻ മെത്തേഡിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. നമുക്കിപ്പോൾ ഇത് ആദ്യം 1-2-3 തവണ ഒന്നും ചെയ്യുമ്പോഴൊന്നും നമുക്ക് എലിമിനേഷൻ മെത്തേഡ് പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് എങ്ങനെ എലിമിനേഷൻ മെത്തേഡിലേക്ക് കൊടുന്ന് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിലകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസും അതേപോലെ അതിൻ്റെ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പ്രാധാന്യമാണ് ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ മോഡൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അത് പാറ്റേണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കുറേ തിയറി പഠിക്കുന്നതിനേക്കാളും എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ആസ് മച്ച് ആസ് പോസിബിൾ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ എത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ ഡെയിലി ടോപ്പിക്സ് പഠിച്ചിട്ടാണെങ്കിലും ആ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടും അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 2 കോഴ്സിന് വേണ്ടിയിട്ടും, അതായത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതേപോലെ തന്നെ നമ്മുടെ CFSO ഇതിൻ്റെ കോച്ചിങ് ക്ലാസ്സസും അതിലുപരി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും അതേപോലെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ചിങ്ങിലൂടെ നമ്മൾ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻസും അതേപോലെ ഓരോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മൾ കൊടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് അല്ലെങ്കിൽ ഈ എലിമിനേഷൻ പാറ്റേൺ ഈ മെത്തേഡിലേക്ക് നമ്മൾ കൂടുതൽ ഫെമിലറൈസ് ചെയ്യുന്ന രീതിയിലുള്ള ടിപ്സും ട്രിക്സും നമ്മൾ നമ്മുടെ കോച്ചിങ്ങിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഈ കോഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആയിക്കോട്ടെ CFSO ആയിക്കോട്ടെ നമ്മുടെ കോച്ചിങ്ങിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കിനി കളയാനായിട്ട് സമയമില്ല. ഇത് നമ്മൾ മുന്നേയുള്ള എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാം ഡേറ്റ് നമുക്ക് വന്നു. CFSOന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാണ്. അപ്പോൾ ഒരേ ഫേസിൽ തന്നെ പ്രിപ്പറേഷൻ നമുക്ക് പോട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി എല്ലാവിധ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരിക്കലും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.